രാഹുൽ ഗാന്ധിയുടെ അടി പിണറായി വിജയൻ ഇരന്നു വാങ്ങിയതാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഈ രാജ്യത്തെ വീണ്ടെടുക്കാൻ മോദി ഭരണത്തിനെതിരെ കന്യാകുമാരി മുതൽ ഇങ്ങ് കാശ്മീർ വരെ പദയാത്ര തുടങ്ങിയ കാലം മുതൽ രാഹുൽ ഗാന്ധിയെ പുലഭ്യം പറയുകയായിരുന്നു പിണറായി വിജയൻ. രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളെല്ലാം രാജ്യത്തിന്റെ രാജകുമാരൻ എന്ന് വിളിക്കുമ്പോൾ പിണറായിക്ക് BJP-യോടൊപ്പം ചേർന്ന് പപ്പു എന്ന് വിളിക്കാനാണ് ഇഷ്ടം. ഈ കാലം അത്രയും പിണറായി എന്നൊരു വാക്ക് കേൾക്കുമ്പോൾ പദാതികേശം വിറച്ചിരുന്ന നരേന്ദ്രമോദിക്ക് രാഹുൽ ഗാന്ധിയെ ചീത്ത പറയുമ്പോൾ 100 നാവാണ്. പക്ഷേ അണമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന വാക്ക് അന്വർത്ഥമാക്കുമാർ രാഹുൽ എന്ന് തിരിച്ചടിച്ചപ്പോൾ പിണറായി വിജയന് അനങ്ങാൻ കഴിയുന്നില്ല. ഗോവിന്ദനെയും കൂട്ടി പ്രതികരിക്കാൻ ഇറങ്ങിയ പിണറായിക്ക് അതിനുള്ള പ്രായമൊക്കെ കഴിഞ്ഞു എന്നുള്ളതാണ് 1-2 ദിവസങ്ങളായി കേരളം മനസ്സിലാക്കിയത്. ദേശീയ തലത്തിൽ BJP-ക്കെതിരായ പോരാട്ടത്തിൽ ഒപ്പം നിൽക്കുന്ന CPM-നെ കേരളത്തിലെത്തിയാൽ വിമർശിക്കുന്ന പതിവൊന്നും തന്നെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരള പര്യടനത്തിനിടെ രാഹുലിന്റെ മറ്റൊരു മുഖമാണ് കേരളം കണ്ടത്. അതാണ് പിണറായി വിജയൻ ഇരന്നു വാങ്ങിയത് എന്ന് പറയുന്നതും. ഓർക്കാപ്പുറത്ത് കിട്ടിയ അടിയിൽ CPM വല്ലാതെ പകച്ചുപോയ നിമിഷങ്ങളിൽ ഒന്നായിരുന്നു അത്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലോ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലോ കേരളത്തിൽ പര്യടനം നടത്തിയ രാഹുൽ പൊതുവെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പേരെടുത്ത് പറഞ്ഞൊരു വിമർശനം നടത്തിയിരുന്നില്ല. പക്ഷെ ഇത്തവണ പിണറായി അത് ചോദിച്ചു വാങ്ങി. CPM-ന്റെ ചങ്കിടിപ്പേറ്റി പിണറായിയെ പേരെടുത്ത് പറഞ്ഞ രാഹുൽ കണക്കറ്റു വിമർശിച്ചു. രേവന്ത് റെഡ്ഡിയും DK ശിവകുമാറും ഉൾപ്പെടെയുള്ളവർ ഒന്നഴിയാതെ പിണറായിയുടെ തട്ടിപ്പ് നിരത്തി BJP ബന്ധം വെളിപ്പെടുത്തിക്കൊണ്ട് ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്നറിയാതെ തലങ്ങും വിലങ്ങും ഓടുകയാണ് വോട്ടെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ CPM നേതൃത്വം. പാർട്ടിക്ക് വേണ്ടി പ്രതിരോധം തീർത്ത CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാദമുഖങ്ങൾക്ക് വേണ്ടത്ര മൂർച്ച പോരെന്ന് പറയുന്നത് പാർട്ടിക്കുള്ളിലുള്ളവർക്ക് തന്നെയാണ്. വേറൊരു കുഞ്ഞുപോലുമില്ല പ്രതിരോധത്തിന്. രാഹുൽ ഗാന്ധിക്കുള്ള മൈക്കിലൂടെയുള്ള ഒരു മറുപടി എന്നതിനപ്പുറം മകൾ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും കരിമണൽ കമ്പനിയായ CMRL-ഉം തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും നടത്തുന്ന അന്വേഷണങ്ങളുടെയും കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അഴിമതി കേസുകളുടെയും പശ്ചാത്തലത്തിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസ് നേതാക്കളും നടത്തിയ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് മറുപടി പറയുമെന്ന ആകാംക്ഷയിലാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് രംഗം. ഒന്നും പറയാനില്ലാതെ പൂർണ്ണമായും പ്രതിരോധത്തിലേക്ക് മുങ്ങിത്താഴുകയാണ് പിണറായി വിജയൻ. അതിനെല്ലാം അപ്പുറത്ത് ഇന്ത്യ മുന്നണി നേതാവായ രാഹുൽ ഗാന്ധി CPM-ന്റെ മുഖ്യമന്ത്രി വിമർശിച്ചു എന്ന പൊട്ടിക്കരച്ചിൽ നടത്തുമ്പോൾ പിണറായിയെയും CPM-നെയും പൂട്ടിക്കെട്ടാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. തമിഴകത്ത് ഇന്ത്യ മുന്നണിയായി മത്സരിക്കുന്ന ദിണ്ടിഗലും മധുരയിലും രാഹുൽ ഗാന്ധിയുടെ ചിത്രം വെച്ച് വോട്ട് പിടിക്കുകയും ചെയ്ത CPM പോണ്ടിച്ചേരി മണ്ഡലത്തിൽപ്പെടുന്ന മാഹിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വൈദ്യലിംഗത്തിന് ചെയ്യേണ്ടിരുന്ന വോട്ട് മറിച്ചു കൊടുത്തിരിക്കുന്നു. പിണറായി വിജയന്റെ കണ്ണൂർ CPM കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരമാണ് ഈ തീരുമാനം. ഏതോ ഒരു റവല്യൂഷണറി പാർട്ടിക്ക് CPM-ന്റെ 10,000-ഓളം വരുന്ന വോട്ടുകൾ മറിച്ചു കൊടുത്തത് BJP-യെ സഹായിക്കാനാണ്. ശക്തമായ പോരാട്ടം നടക്കുന്ന പോണ്ടിച്ചേരിയിൽ ഇന്ത്യ മുന്നണിക്ക് വോട്ട് നൽകാത്ത പിണറായിയുടെ CPM ഇന്ത്യ നേതാവ് രാഹുൽ ഗാന്ധി തങ്ങളെ ആക്ഷേപിച്ചു എന്ന് പറഞ്ഞ് കരയുന്നുണ്ടെങ്കിൽ അതങ്ങ് പള്ളിയിൽ പോയി കരഞ്ഞാൽ മതിയാകും. ഇന്ത്യ മുന്നണിക്കിട്ട് കൊടുത്തവർ എന്ന പേര് ദോഷം കൂടി കിട്ടി എന്നല്ലാതെ രാഹുലിനെതിരെ ഒരു ചുക്കും ചെയ്യാൻ പിണറായിയുടെ CPM-ന് ആകില്ല.